വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ യുവറ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് ചോദിക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു വീഡിയോ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോസാണ്. ബിക്കോസ് വേറൊന്നുമില്ല, 3 days കൊണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ പോകുന്ന ഒരു വീഡിയോസാണ്. അതായത് 3 ദിവസം അടുപ്പിച്ച് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളാണ്. സോ അവിടെ കുറച്ച് ഹൈഡായിട്ടുണ്ട്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ട്, നല്ല വൈബായിട്ടുള്ള നല്ല പ്ലേസസ് ഉണ്ട്. സോ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഹേ, ഗുഡ് മോർണിംഗ്, ഹാവ് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ, ഇതാണ് ട്രിവാൻഡ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന തേവുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ഒരു പാറയുടെ മോർണിംഗ് വൈബാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സോ ഇവിടെ നിന്ന് കാണുമ്പോൾ എന്താ പറയുക, നല്ല രസമാണ് കാണാൻ, നല്ല വൈബാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ ഒരു പാറയുടെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മേളിൽ കൊണ്ടുവരാനൊക്കെ പറ്റും. ഇതേ സെയിം പാറ നമ്മൾ ട്രിവാൻഡ്രത്തിൽ ഒരു പാറയും കൂടി ഉണ്ട്, അതായത് നമ്മുടെ കടുമ്പൂപ്പാറ. അതായത് ഈ ഒരു പാറയും കടുമ്പൂപ്പാറയും അതിൻ്റെ ശാസ്താംപാറയും, ഇത് മൂന്നും ഒരു ലിങ്ക് പോലെ കിടക്കുന്നത്. അതായത് എന്താ പറയുക, മൂന്ന് പ്ലേസിലാണ്. അതായത് ഇതിൻ്റെ അടുത്തായിട്ടാണ് കടുമ്പു വരുന്നത്, അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ശാസ്താംപാറയും വരുന്നത്. ആ ഒരു എന്താ പറയുക, എല്ലാം ഒരു കണക്ഷനായിട്ട് കിടക്കുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ വരെയാണെങ്കിൽ ഉറപ്പറ്റി 3 പാറയിൽ നമുക്ക് പോകാൻ പറ്റും. നല്ലൊരു സ്ഥലം. നമ്മൾ തേവുപാറയിൽ നിന്ന് തിരിച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നെയ്യാർ ഡാമിലേക്കാണ്. നെയ്യാർ ഡാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും നല്ലപോലെ പരിചയമുള്ള ഒരു ഡാമാണ്. സോ ട്രിവാൻഡ്രത്തിലുള്ള മിക്ക ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഒരു ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഡിസംബർ മാസത്തിലും അല്ലെങ്കിൽ ഓണ സമയത്തിലൊക്കെയാണ് ഉണ്ടാവുന്നത്. ഞാൻ എൻ്റെ കൂടെ വന്ന ഒരു പയ്യനെ നമ്മൾ പ്രാങ്ക് ചെയ്തായിരുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനുണ്ടല്ലോ അവനവിടെ നിന്ന സമയമാണ് ഞാനവിടെ മാറിയായിരുന്നു. അവൻ കണ്ടു അവിടെ മൊത്തം ഒന്ന് നോക്കിയാണ് എന്നെ തന്നെ നോക്കുന്നത്. ഫൈനലി അവസാനം എന്നെ കണ്ടുമുട്ടിയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ നെയ്യാർ ഡാമിലെ മേളിൽ കൂടെ പോകുന്ന ആ ഒരു റൂട്ടാണ്. ആ ഒരു ടൈമിലുള്ള ഒരു ആർച്ചാണ് ഇത് കാണുന്നത്. സോ ഈ ഒരു ആർച്ചിൽ തന്നെ കുറേ നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലയൺസ് പാർക്ക് ഉണ്ട്, പിന്നെ എലിഫൻറ്റ് സഫാരി ഉണ്ട്, ദെൻ ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെ എക്സ്ട്രാ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും പോയില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ ബേക്ക് ഭാഗത്ത് കാണുന്നത് വേറൊന്നുമല്ല, അതാണ് നമ്മുടെ ആ ഡാം. അപ്പോൾ എനിക്കറിയുള്ള കുറച്ച് ഈ ഡാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അഥവാ എനിക്ക് അറിഞ്ഞൂടാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ ഡാമിൻ്റെ കുറച്ചൊരു അടുത്താണ് ഞാൻ നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഡാമിൽ വെള്ളം തുറന്നു വിട്ടിട്ടില്ല. അതാണ് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഡാം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം 66 വർഷം കഴിയുന്നുണ്ട്. നമുക്കാർക്കും, എനിക്ക് പോലും ആദ്യം കേട്ടപ്പോൾ അതിശയം തോന്നിയായിരുന്നു. പിന്നെയാണ് എനിക്കും കാര്യം മനസ്സിലായത്. അതായത് ഒക്ടോബർ 1956 ഈ ഒരു ഡാം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1958 ഈ ഒരു ഡാം ഓപ്പൺ ചെയ്ത് കൊടുത്തത്. പിന്നെ ഈ ഒരു ഡാമിൻ്റെ ഹൈറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ 56 മീറ്ററാണ്, അതായത് 184 അടി. ലെങ്തിനെ കുറിച്ച് പറയുമ്പോൾ ലെങ്ത് വരുന്നത്, അതായത് വീതി വരുന്നത് 294 മീറ്ററാണ്. അടി വെച്ച് നോക്കുമ്പോൾ 965 അടി. ശരിയല്ലേ? ഓക്കെ, എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് യാത്രയാവുകയാണ്. അടുത്തത് നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലമാണ്. മീൻസ് ഈ ഒരു ബോർഡിൽ ഞാൻ കാണിക്കുന്നില്ല, ഇതാണ്. ഈ ഒരു പ്ലേസിലോട്ടാണ് പോകേണ്ടത്. വലത്തോട്ടല്ല, ഇടത്തോട്ടാണ് പോകാനുള്ളത്. സോ ഈ റോഡിൽ കൂടിയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഓക്കെ ഗായ്സ്, അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതാണ് നെയ്യാർ ഡാമിൻ്റെ ടോപ്പ് പ്ലേസ്. ഇവിടെ നിന്ന് നല്ല രസമാണ് കാണാൻ. നല്ല സൺസെറ്റ് ഉണ്ട്, സൺറൈസ് ഉണ്ട്. മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ ഇവിടെ നിന്നിട്ടുള്ള വീഡിയോ ഉണ്ട്, ഷോർട്ട് വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാം കണ്ടല്ലോ. അതാണ് ഈ സ്ഥലം.
അപ്പോൾ എന്തായാലും ഇതുവരെ വന്നില്ല. ജസ്റ്റ് ഒന്ന് നെയ്യാർ ഡാമിൽ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയിട്ടൊക്കെ പോവാം. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഇവിടെ പണ്ടൊക്കെ ചെറുതിലൊക്കെ വരുന്ന സമയത്ത് ബോട്ടിങ്ങൊക്കെ ഉണ്ട്. നല്ല രസമാണ് ബോട്ടിങ്ങിനൊക്കെ പോകാൻ. ഇവിടെ ഒത്തിരി പ്ലേസ് ഉണ്ട് കൊണ്ടുപോകാൻ. അവിടെ പോകുന്ന സമയത്ത് അവരൊക്കെ പറയാറുണ്ട് ഇതിനകത്ത് മുതലുണ്ട്, അങ്ങനെ പേടിപ്പെടുത്താറുണ്ട്. പേടിയല്ല, റിയലായിട്ടാണ്. സോ അറിയാതെ ഇവിടെ ഒന്ന് വീണ് പോവുകയാണെങ്കിൽ എന്താ പറയുക, മുതല വന്ന് കടിക്കും എന്നൊക്കെ പേടിച്ചാണ് ബോട്ടിൽ ഇരുന്നിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. സോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഭംഗി, മീൻസ് തരാം വെള്ളം കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ അഗസ്ത്യ മല അല്ലെങ്കിൽ അഗസ്ത്യകൂടം എന്നൊക്കെ പറയുന്ന ഒരു പ്ലേസാണ്. സോ ഇപ്പോൾ അവിടുത്തെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. എന്തായാലും കൊള്ളാം. വെൽക്കം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞായിരുന്നു. ഈ ഒരു സ്ഥലം അമ്പൂരിയിലാണ് വരുന്നത്. സോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാനിത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഈ പ്ലേസ് എവിടെയാണെന്ന്. സോ ക്ലൂ ഞാൻ തന്നെ ഇത് അമ്പൂരിയിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ തോന്നുമായിരിക്കും വെള്ളമൊന്നും ഇല്ലാതെ കിടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ നല്ല വലിയ മഴയൊക്കെ വരുന്ന സമയത്ത് ഈ കാണുന്ന പാറകളൊന്നും കാണാൻ പറ്റത്തില്ല, ഫുള്ളും ഹൈഡാവും. അതായത് ഫുള്ളും വെള്ളത്തിലടിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഇവിടെ വന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിൻ്റെ ഒരു ഭംഗി എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു സമയത്ത് ഇവിടെ എത്തിയത്. പിന്നെ നല്ല രസമാണ്, മീൻസ് പാറയിൽ കൂടി ഇറങ്ങാനും കയറാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ കിടക്കും. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മാർഷലാണ്, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ മാർഷലും കൂടെയാണ് ഇപ്പം ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് കഷ്ടപ്പെട്ടൊക്കെ പതുക്കെ എങ്കിലും മേളിൽ കയറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മേളിൽ കയറിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഇപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ബെറ്റർ ആവും. എന്തായാലും കൊള്ളാം, നല്ല രസമല്ലേ? അല്ലേ? അടിപൊളി. ഓക്കെ. അപ്പോൾ ഈ പ്ലേസ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു സ്ഥലം ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതാണ് ഇരപ്പാംകുഴി എന്ന് പറയുന്നത്. അമ്പൂരിൽ ഇരപ്പാംകുഴി എന്ന് പറയുന്ന സ്ഥലമാണ്. യെസ്. അപ്പോൾ നീ കുറച്ച് മീനെ കാണിച്ചു തരാം. കാണാമെന്ന് അറിയാം. കുഞ്ഞാണ്, കാണാമോ? ഓക്കെ ഗൈസ്. ഇപ്പോൾ നമ്മൾ മാത്രമാണ് ഇവിടെ ഉള്ളത്, വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൽ ഞങ്ങൾ മാത്രമാണ് നിൽക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇവിടെ ഒരു റേഞ്ചിന് ഒരു കട്ട പോലും ഇല്ല. അതായത് സിഗ്നൽ ഒന്നുമില്ല, ഫുൾ ബ്ലാങ്കായിട്ടാണ് കിടക്കുന്നത്. കോളും പോകത്തില്ല, കോളും ഇങ്ങോട്ട് വരത്തില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. അപ്പോൾ കണ്ടല്ലോ കാര്യങ്ങളൊക്കെ. ഇതാണ് ഇവിടുത്തെ ഒരു നല്ല ഭംഗിയുള്ള കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ. പിന്നെ ആകെ ഒരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണൊന്നും വിളിക്കാൻ പറ്റത്തില്ല, മീൻസ് റേഞ്ചിൻ്റെ പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഇതിൻ്റെ സാധാരണ ഈ ഒരു പ്ലേസിൽ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് പോകാനുള്ള ഒരു സ്ഥലം കൂടെ ഉണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോറസ്റ്റിൻ്റെ ഒരു വൈബ് ഫീൽ ചെയ്യും. അത് ഞാനങ്ങോട്ട് പോയതല്ലേ. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നമുക്കിനി അടുത്തൊരു സ്ഥലത്ത് പോകുന്നത്. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്തതിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞു സാഹസ്യമായിട്ടുള്ള യാത്രകളൊക്കെ നിർത്തിയിട്ട് അടുത്തൊരു സ്ഥലത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട്, സോ അടുത്തൊരു ട്രിപ്പ് വരുമ്പോൾ എന്തായാലും ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ടൈമിൽ ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം എന്തായാലും. ഗൈസ്, അപ്പോൾ നമുക്ക് വരുന്ന വഴിക്ക് മാർഷൽ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഈ വഴിയൊന്നും അറിയത്തില്ലായിരുന്നു, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം എന്താ ഈ കാണുന്ന വീടുണ്ട്, അവിടെ നമുക്ക് വഴി ചോദിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ആ വീടിനടുത്ത് വന്നപ്പോഴാണ് കണ്ടത് അതൊരാൾ താമസമില്ലാത്തൊരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടാണ്. അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീഡിയോസിൽ ഈ ഒരു വീടിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
സോ ഇപ്പോൾ എനിക്ക് അതിനുള്ള സമയമില്ല, ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് തരാനും. സോ ഇനി അടുത്ത സ്ഥലത്ത് പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. യാദൃശികമായിട്ട് കണ്ടതാണ് ഇവരെല്ലാവരും. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഒരു പാലം. ഇതൊരു പാലം എന്നല്ല പറയുന്നുള്ളത്, നെയ്യാർ വ്യൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അമ്പൂരി നടപ്പാലം എന്ന് പറയുന്നത്. ഇതിൽ കൂടെ ലോറിക്കൊന്നും പോകാൻ പറ്റത്തില്ല, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഓട്ടോ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. പണ്ട് കാലത്തിൽ ഒന്ന് നടക്കുവാൻ ഇവിടുന്ന് അപ്പുറത്തെത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പാലമാണ്. സോ അതിപ്പോഴും ഒരു ചരിത്രമായിട്ട് ഇപ്പോൾ അമ്പൂരിയുടെ ഒരു എന്താ പറയുക, അമ്പൂരിയുടെ ഭംഗിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ അമ്പൂരിയുടെ പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതേയാണ്. സോ ഇനി അടുത്ത സ്ഥലം എന്താണെന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ അമ്പൂരിയിൽ നിന്ന് യാത്ര കഴിഞ്ഞിട്ട് നേരെ വന്നെത്തിക്കുന്ന ദ്രവ്യപാറ എന്നൊരു സ്ഥലത്താണ്. സോ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടറിയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ഥലത്തിൽ ഒരു പിടുത്തമില്ല, ഏത് വഴി പോകണം പറഞ്ഞു നിന്നൊന്ന്. ഞങ്ങൾ വീണ്ടും വഴി തെറ്റായിരുന്നു. വീണ്ടും 1 കിലോമീറ്റർ എക്സ്ട്രാ നടക്കേണ്ടി വന്നു. വന്ന വഴി കൂടെ തന്നെ വീണ്ടും കയറേണ്ടി വന്നു. ഒന്നൊന്നര കയറ്റമാണ്. അതിൻ്റെ പിന്നെ ഇത് ആദ്യമായിട്ട് വരുന്നത്, നല്ലൊരു എൻ്റെ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. സോ പൊയ്ക്കൊണ്ടിരിക്കുക. വഴി പോലും അറിഞ്ഞുകൊണ്ടത്ത സ്ഥലത്ത് കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന എന്താണ്. ഓക്കെ, ഡെഡായി എന്നാലും കയറിയാൽ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ വെള്ളിയോട്ട് കയറിക്കൊണ്ടിരിക്കും. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നോ ഇല്ലെന്നൊന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ കയറിയിട്ട് തീരാത്തൊരു വലിയ പാറ. അമ്മേ, ഇതുവരെ തിന്നിട്ടില്ല. ആരെങ്കിലും കയറുന്നുണ്ടെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിലും കണ്ടിരുന്നെങ്കിലും കൊള്ളായിരുന്നു. ഇതൊരൊറ്റ മനുഷ്യനില്ല, അതാണ് ഏറ്റവും വലിയ കോമഡി. നമ്മൾ ഏതൊരു സ്ഥലത്ത് വന്നെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വെൽക്കം ബോർഡൊക്കെ ഉണ്ട്. ഇത് മറക്കത്തില്ല. ഏത് സ്ഥലം പോലും കിട്ടത്തില്ല. ഒരു സൂപ്പർ വൈബ് സ്ഥലമുണ്ട്. അപ്പോൾ ഈ ബോഡി ഉണ്ടായിരുന്നോ കേട്ടോ. മാർത്താണ്ഡ വർമ്മയെ ഒളിപ്പിക്കുവാനായി ഹാസ്യവാസികൾ വെട്ടി ആദ്യ സൂചന പടവുകളാണിത്. ഓക്കെ, സ്ഥലങ്ങൾ കണ്ടായിരുന്നു. കോട് ഇതൊരു മലയ്ക്കിപ്പുറത്തുള്ളൊരു സ്ഥലം പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇത് ഏത് സ്ഥലമെന്നൊന്നും എനിക്ക് കിട്ടത്തില്ല. ഇവിടെ നല്ലൊരു വൈബാണ്, ഇവിടുന്ന് നല്ല രസമുണ്ട്. കൊള്ളാമല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലത്തെ പ്ലേസിലാണ്. ഇതാണ് കോവിൽ. യെസ്, ഇതാണ് പറഞ്ഞ സ്പോട്ട്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ മേളിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. സോ ഇവിടെ ഈ വ്രതമൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ ഒരു പുറത്ത് നിന്നുള്ള ഗുഹകൾ കാണാൻ പറ്റും. ഈ ഗുഹയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദിവാസികളെ ഇങ്ങനെ ഒളിപ്പിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വൈബ് ഉണ്ടല്ലോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പം കാണിച്ചു തരാം. അറിയിപ്പ്, ഇവിടുത്തെ കുറച്ച് അറിയിപ്പൊക്കെ ഉണ്ട്. ഇതൊന്ന് ഇവിടെ വരുന്നവരൊന്ന് വായിച്ചു നോക്കിയാൽ കൊള്ളാം. 5 മണിക്ക് ശേഷം ക്ഷേത്ര പരിസരത്ത് പ്രവേശനമില്ല എന്നൊക്കെയാണ്. ഓക്കെ, അപ്പം
ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മാർത്താണ്ഡവർമ്മ ഒളിപ്പിക്കാൻ വേണ്ടി. ഇതാണ് ഹോള് നമ്മൾ പറഞ്ഞു മാർത്താണ്ഡവർമ്മ ഒളിപ്പിക്കാൻ തന്നെ. ഇതിനകത്താണ് ആദിവാസികൾ ഇങ്ങനെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് വരുന്നത്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. സ്കൈസ് കണ്ടോ, ഒരു പാമ്പിൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. സോ ഇത് മാർഷലിങ്ങനെ പേടിച്ചു പോയിട്ടുണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം കണ്ടല്ലോ സ്ഥലങ്ങൾ. അപ്പോൾ ഇതാണ് ദ്രവ്യപാറ എന്ന് പറയുന്ന പ്ലേസ്. ഇവിടെ ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട്. എന്തായാലും നമ്മൾ കുറച്ചു നേരം ഇരുന്നിട്ടേ പോകത്തുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, പുള്ളിക്കാരൻ നല്ല രീതിക്ക് ടയർഡായിട്ടുണ്ട്. എനിവേ അടിപൊളിയല്ലേ? അടിപൊളി. ബാക്കി പാറയുണ്ട്, പക്ഷെ അത് റിസ്ക് ആണ് കയറി പോകുന്നതൊക്കെ. സോ നമ്മളിവിടെ വെച്ചപ്പം മൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ അവധി ആയതുകൊണ്ട് ഒരു കടകളില്ലായിരുന്നു. പിന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. സോ അവിടെ നിന്ന് 2 ഫുഡ് കിട്ടിയായിരുന്നു. അത് മാത്രമാണ് നമുക്ക് ആശ്രയം. പിന്നെ വിശന്ന് സത്യമായിട്ട് നല്ല രീതിക്ക് പെട്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഗൈസ്, എന്തായാലും ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. കയ്യിലിരുന്ന് വെള്ളവും തരുന്നു, ഫുഡും തരുന്നു, എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ദിവ്യ പറയുന്നതെന്നും യാത്രയാവാണ്. നെക്സ്റ്റ് എന്തായാലും നല്ലൊരു വൈബ്, നല്ലൊരു സെറ്റായിരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു പ്ലേസിൽ. നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ എന്തായാലും അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം. പിന്നെ മേളിൽ നിന്നെങ്കിലും താഴെ നിന്നെങ്കിലും ഒരുപോലെ തന്നെ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. അപ്പോൾ കാണുന്ന വരയ്ക്ക് സൈനിങ് ഓഫ്. ദിസ് ഇസ് ആർക്സ് പാർക്ക് ഓയിസർ ആൻഡ് മാർഷൽ. Then see you soon. Okay, bye.